പാലക്കാട് മഹാശിവരാത്രിയോടനുബന്ധിച്ച് ക്ഷേത്രങ്ങളിൽ വലിയ തിരക്കാണ്. കൽപ്പാത്തി വിശാലാക്ഷി സമേത വിശ്വനാഥ സ്വാമി ക്ഷേത്രത്തിൽ നിന്നും അരുൺ ആലത്തൂരിന്റെ റിപ്പോർട്ട്. മഹാശിവരാത്രിക്ക് പാലക്കാട് ജില്ലയിൽ പ്രത്യേകിച്ച് കൽപ്പാത്തിയിലെ വിശാലാക്ഷി സമേത വിശ്വനാഥ സ്വാമി ക്ഷേത്രത്തിൽ ഉൾപ്പെടെയുള്ള എല്ലാ ശിവക്ഷേത്രങ്ങളിലും വലിയ തിരക്ക് തന്നെയാണ് രാവിലെ മുതൽ അനുഭവപ്പെടുന്നത്. നിരവധി വിശ്വാസികളാണ് ഭഗവാനെ പ്രാർത്ഥിക്കുന്നതിനും മറ്റുമായി ക്ഷേത്രങ്ങളിലേക്ക് എത്തുന്നത് എന്നുള്ളതാണ്. കാശിയിൽ പാതി കൽപ്പാത്തി എന്നതാണ് ഒരു ചൊല്ല്. അതുകൊണ്ട് തന്നെ കൽപ്പാത്തിയിലെത്തി വിശാലാക്ഷി സമേത വിശ്വനാഥനെ വണങ്ങുക എന്നുള്ളത് ഈ ഒരു ശിവരാത്രി ദിനത്തിൽ വലിയ പുണ്യമായിട്ടാണ് ഭക്തർ കരുതുന്നത്, വിശ്വാസികൾ കരുതുന്നത്. അതുകൊണ്ട് തന്നെയാണ് വലിയ തിരക്ക് ക്ഷേത്രത്തിൽ നമുക്കിപ്പോൾ കാണാൻ കഴിയുന്നു എന്നുള്ളതാണ്. വിവിധ പൂജകളും മറ്റുമൊക്കെ, പ്രത്യേക പൂജകളും മറ്റുമൊക്കെ ഇന്ന് ശിവരാത്രിയോടനുബന്ധിച്ച് ഈ ക്ഷേത്രത്തിലുണ്ട്. വിശാലാക്ഷി സമേത വിശ്വനാഥ സ്വാമി ക്ഷേത്രത്തിൽ മാത്രമല്ല, ജില്ലയിലെ എല്ലാ ശിവക്ഷേത്രങ്ങളിലും പ്രത്യേക പൂജകളും അതുപോലെ തന്നെ വൈകിട്ടോടുകൂടെ തന്നെ പരിപാടികളും വിവിധങ്ങളായ പരിപാടികളും സംഘടിപ്പിക്കുന്നുണ്ട് എന്നുള്ളതാണ് ശിവരാത്രി ദിനത്തിലെ പ്രത്യേകത. ഏതായാലും ഭക്തരെല്ലാം, വിശ്വാസികളെല്ലാം വലിയ വിശ്വാസപൂർവ്വം തന്നെ ഭഗവാനെ സ്തുതിക്കുന്ന ഒരു കാഴ്ച അതുതന്നെയാണ് നമുക്ക് ഈ ശിവരാത്രി ദിനത്തിൽ കാണാൻ സാധിക്കുന്നത്. ഒപ്പം പാലക്കാട് ജില്ലയിലെ തന്നെ മല്ലീശ്വരമുടി, അട്ടപ്പാടിയിലെ മല്ലീശ്വരമുടിയിൽ വലിയ ചടങ്ങുകൾ, പ്രത്യേക ചടങ്ങുകൾ തന്നെ മല്ലീശ്വരമുടിയിൽ ഉണ്ട് ഈ ദിവസം എന്നുള്ളതാണ് മറ്റൊരു പ്രത്യേകത. മല്ലീശ്വരമുടിയെ സംബന്ധിച്ചിടത്തോളം അവിടെ ഇന്ന് വൈകുന്നേരം 6 മണിയോടുകൂടെ തന്നെ മലയിൽ ദീപം തെളിയിക്കുന്നതൊരു പ്രത്യേക ചടങ്ങാണ്. ആ ദീപം തെളിയിക്കുന്നതിനൊപ്പം തന്നെ ശിവരാത്രി ദിനത്തിൽ ഈ ഭഗവാനെ അവിടെ പ്രത്യേക ഈ വനവാസി വിഭാഗത്തിൽ നിന്നുള്ള ജനങ്ങൾ അവർ മാലയിട്ട്, നമ്മൾ ശബരിമലയിലേക്ക് മാലയിടുന്നത് പോലെ മാലയിട്ടുകൊണ്ട് വ്രതം അനുഷ്ഠിച്ചുകൊണ്ട് അവർ മലമുകളിലേക്ക് പോവുകയും അവിടെ ഈ ദീപം തെളിയിക്കുന്നത് അവിടെ ശിവപൂജ നടത്തുന്ന ഉൾപ്പെടെയൊക്കെയുള്ള ചടങ്ങുകൾ മല്ലീശ്വരമുടിയിലുണ്ട്. അത് വലിയ ആഘോഷമാണ്. ഏതായാലും കൽപ്പാത്തിയിലെ പൂജാരിമാർ അവർ തന്നെ ചേരുന്നുണ്ട്. ഈ ശിവരാത്രിയോടനുബന്ധിച്ച് എന്തൊക്കെയാണ് ക്ഷേത്രത്തിൽ? നമശിവായ. കൽപ്പാത്തി ശ്രീ വിശാലാക്ഷി വിശ്വനാഥ സ്വാമി ക്ഷേത്രത്തിൽ നമുക്ക് ശിവരാത്രി അനുബന്ധിച്ച് 4 യാമ പൂജകളുണ്ട്. വൈകിട്ട് 7 മണി 7:30 നമുക്ക് മഹാസങ്കല്പം തുടങ്ങിക്കഴിഞ്ഞാൽ 4 യാമ പൂജ. ആദ്യത്തെ യാമം 7:30 സ്റ്റാർട്ടാവും. പിന്നീട് 11 o'clock അടുത്ത യാമ പൂജ. പിന്നീട് 1:30 നെക്സ്റ്റ് യാമ പൂജ, 3-ാം കാല യാമ പൂജ. അഗൈൻ മോർണിംഗ് 4 മണിയാവുമ്പോൾ 4-ാം കാല യാഗപൂജ. അങ്ങനെ 4 കാല ശിവരാത്രി പൂജയ്ക്ക് ഇവിടെ വിശേഷാൽ അഭിഷേകങ്ങൾ, മഹാരുദ്രം, രുദ്രപാരായണം, 11 ദ്രവ്യാഭിഷേക സമർപ്പണം, മഹാദീപാരാധന, മഹാനിവേദ്യ പൂജകളൊക്കെ മുഴുവനും നൈറ്റ് 7:30 തൊട്ട് മോർണിംഗ് നെക്സ്റ്റ് ഡേ മോർണിംഗ് 6:30 വരെ പൂജകളൊക്കെ ഉണ്ട്. വിശേഷാൽ ഇവിടെ പൂജകളൊക്കെ ഉണ്ടാവും. ഈ ഭക്തർക്കെല്ലാം ഈ പൂജകൾക്കൊക്കെ പങ്കെടുക്കുന്ന തരത്തിൽ തന്നെയാണ് ക്രമീകരിച്ച്? എല്ലാവർക്കും ഇതിൽ പങ്കെടുക്കാം. നമുക്ക് അമ്പലത്തിലെ ഒരു മിനിമം രുദ്രാഭിഷേകമായിട്ട് അവർ വെച്ചിട്ട് അവരുടെ പേര് നാളൊക്കെ സങ്കല്പിച്ചിട്ട് ഇവരുടെ ബ്രഹ്മവിഷ്ണുക്കൾക്ക് വേണ്ടിയിട്ടാണ് ഭഗവാൻ ജ്യോതി രൂപമായിട്ട് ഇവിടെ പൊതുവെ ഈ ശിവരാത്രിയുടെ വിശേഷാൽ ബ്രഹ്മവിഷ്ണു അടിമുടി കാണാൻ വേണ്ടിയിട്ടാണ് അവർ തപസ് ചെയ്തിട്ട് ഭഗവാൻ ജ്യോതി രൂപമായിട്ടുള്ള ഡേ ആണ് ഈ ചതുർദശി തിഥി. ഈ ദിവസം ഭഗവാന്റെ തലയെ കാണാൻ വേണ്ടിയിട്ട് അന്നപക്ഷി രൂപത്തിലെ അവർ പോണു. വിഷ്ണു പന്നി രൂപത്തിലെ താഴെ ഭൂമിയെ നമുക്ക് കുടഞ്ഞിട്ട് താഴെ ഭഗവാന്റെ പാദം കാണാൻ വേണ്ടി പോകുമ്പോൾ ഭഗവാൻ ജ്യോതി രൂപമായി നിന്ന ഡേ ആണിത്. അപ്പോൾ ഈ ജ്യോതിയിൽ എന്തൊക്കെ നമുക്ക് ഐക്യമാവണോ അതൊക്കെ എല്ലാം പൂർണ്ണത്വം ശിവമാവും. അഗ്നിയിൽ ഏത് സമർപ്പിച്ചാലും അത് എല്ലാം ശുദ്ധമാവുമെന്നാണ്. അപ്പോൾ ഭഗവാൻ അഗ്നിരൂപമായി ഉള്ളത് കൊണ്ട് ഇന്ന് എല്ലാവരുടെയും പ്രാർത്ഥനകളും അവരവരുടെ പ്രശ്നങ്ങളും എല്ലാവരുടെയും കർമ്മ ബേസായിട്ടുള്ള എല്ലാ ദുരിതങ്ങളും ഭഗവാനെ സമർപ്പിക്കുമ്പോൾ അതൊക്കെ എല്ലാം ശുദ്ധിയായി പ്രസാദമായി ഭഗവാൻ വീണ്ടും നമുക്ക് നമ്മുടെ കർമ്മവിനയങ്ങളൊക്കെ പ്രസാദമാക്കണം എന്നുള്ള ഒരു താത്പര്യമാണ് ഈ ശിവരാത്രിയുടെ. എന്തൊക്കെ ആർക്ക് എന്തെന്ത് പ്രാർത്ഥനയുണ്ടോ യഥാശക്തി ഒരു ചെറിയ രീതിയിലുള്ള അഭിഷേക പൂജയ്ക്ക് എല്ലാവർക്കും സമർപ്പിക്കാം. ഇവിടെ ശിവരാത്രിയോടനുബന്ധിച്ച് ഒരുപാട് ഐതിഹ്യങ്ങളുണ്ടല്ലോ. അതായത് പാലാഴി കടയുന്ന സമയത്ത് ഉണ്ടായ വിഷം, അത്തരത്തിലുള്ള വിശ്വാസങ്ങളൊക്കെ ഇല്ലേ? അതെ, അതെന്താ അറിയോ, നമുക്ക് ഈ പ്രകൃതിയിലെ ഭഗവാന്റെ വയറ്റ് പകുതിയിലാണ് ഈ ഭൂമി ഉള്ളത്. അപ്പോൾ ഭഗവാൻ ഈ വിഷം സേവിക്കുമ്പോൾ
അത് വയറ്റിനുള്ളിലല്ലേ വരുള്ളൂ. അപ്പോൾ വയറ്റിനുള്ളിലേക്ക് സകല ജീവജാലങ്ങളും രക്ഷിക്കാൻ വേണ്ടിയിട്ട് ദേവി ഭഗവാനെ പ്രാർത്ഥിച്ചിട്ട് ഇവിടെ നിർത്തിയതാക ഒരു പുരാണ കഥകളൊക്കെ ഉണ്ട്. ശരിക്കും നമുക്ക് ഇതിൻ്റെ ഒരു സിഗ്നിഫിക്കൻസ് ആയിട്ട് നമ്മൾ എടുക്കേണ്ടത് ഭഗവാൻ ജ്യോതിരൂപമായിട്ടുള്ള സമസ്ത പ്രകൃതിയിലുള്ള എല്ലാ ജീവജാലങ്ങളും രക്ഷിക്കാൻ വേണ്ടിയിട്ട് എടുത്ത ഒരു ജ്യോതി രൂപമാണ്. അങ്ങനെ ഒരു സങ്കല്പം നമുക്ക്. ഈ അന്ധകാരത്തെ എല്ലാം നമ്മളുടെ ഉള്ളിലെ ദുഷിപ്പുകളെയും എല്ലാം നമ്മൾ നശിപ്പിക്കുന്ന ഒരു ദിവസം കൂടെ അല്ലേ? കറക്റ്റാണ്. അതാണ് അഗ്നി എന്തൊക്കെ നമുക്ക് വിഷാംശമായിട്ടുള്ളത്, നമുക്ക് എന്തൊക്കെ ഉണ്ടോ, നമ്മുടെ ബുദ്ധി, നമ്മുടെ അഹങ്കാരം, ഇതൊക്കെ വിഷമായിട്ടാണ് സങ്കല്പം. ഇതൊക്കെ നമ്മളെ വന്നിട്ട് ഈ ആത്മാവിനെ, ഈ പരിശുദ്ധതയെ ഏതൊരു താട്ടും വന്ന് നമ്മളെ ബാധിക്കാത്ത രീതിയിൽ ഭഗവാൻ നമ്മളെ രക്ഷിക്കണു എന്നാണ് ഇതിൻ്റെ ഒരു സിഗ്നിഫിക്കൻസ്. വളരെ ഏതായാലും സ്വാമി പറഞ്ഞതുപോലെ തന്നെ ഈ ഒരു ദിവസത്തിൻ്റെ പ്രത്യേകത എന്നുള്ളത് അതുതന്നെയാണ്. ഭഗവാന്റെ ഈ ഒരു ദിവസം എന്നുള്ളത് അന്ധകാരത്തെ നീക്കം ചെയ്യുന്നു. മനുഷ്യൻ്റെ ഉള്ളിലെ ആ ഒരു വിഷവും ദേഷ്യവും അഹങ്കാരവും അത്തരത്തിൽ തുടങ്ങി എല്ലാത്തിനെയും ഇല്ലായ്മ ചെയ്ത് ശുദ്ധീകരിക്കുക, ആത്മാവിനെ കൂടി ശുദ്ധീകരിക്കുന്ന ഒരു ദിവസം എന്നുള്ളത് തന്നെയാണ് ഈ ശിവരാത്രിയുടെ പ്രത്യേകത. കൽപ്പാത്തിയെ സംബന്ധിച്ചിടത്തോളം വിശാലാക്ഷി സമേത വിശ്വനാഥ സ്വാമി ക്ഷേത്രം വളരെ പ്രധാനപ്പെട്ട ക്ഷേത്രമാണ്. കാശിയിൽ പാതി കൽപ്പാത്തി എന്നാണ് ചൊല്ലി. അപ്പം ഭക്തരും ഈ ഒരു ദിവസം ഉറക്കമൊഴിച്ചും മറ്റുമൊക്കെ പൂജകളിലും മന്ത്രങ്ങളിലും അതുപോലെ തന്നെ പ്രാർത്ഥനകളിലൊക്കെ ഏർപ്പെട്ടുകൊണ്ടുള്ള ഒരു ദിവസം തന്നെയാണ്. അതെ, തീർച്ചയായിട്ടും നിങ്ങൾ പറഞ്ഞ പോലെ കാശിയിൽ പാതി കൽപ്പാത്തി എന്നുള്ള ആ ഒരു പ്രസക്തി കൽപ്പാത്തിയിലെ ശിവക്ഷേത്രത്തിനുണ്ട്. അതിൽ കൂടുതലും ഈ ശിവക്ഷേത്രങ്ങളിൽ പൂജാ കാര്യങ്ങൾക്ക് കൂടുതൽ പ്രാധാന്യം കൊടുക്കുകയാണ്. ഇന്ന് കാലത്ത് വളരെ നേരത്തെ 5 മണി മുതൽ തന്നെ ഭക്തജനങ്ങളുടെ തിരക്കുണ്ട്. അവരെല്ലാവരും ഈശ്വര സന്നിധിയിലാണ്, ഈശ്വരനിൽ മുഴുകിയിരിക്കുകയാണ്. ഇന്ന് വൈകുന്നേരം ഒരു 7 മണി 8 മണി മുതൽ പൂർണ്ണമായും കാലത്ത് 6 മണി വരെ എല്ലാ യാമങ്ങളിലും 4 യാമങ്ങളിലും പൂജയും അഭിഷേകങ്ങളും എല്ലാം ഉണ്ടാവും. ആ സമയത്തും ഇതേപോലെയുള്ള തിരക്ക് കാണാൻ സാധിക്കുന്ന ഒരു പ്രസിദ്ധമായ ക്ഷേത്രമാണ് ഈ ക്ഷേത്രം. മാത്രമല്ല കൽപ്പാത്തി പുഴ വളരെ അട്രാക്റ്റീവാണ്. അവിടേക്ക് വന്ന് കുളിച്ച് തൊഴുക എന്നുള്ളത് ഭക്തജനങ്ങളുടെ വലിയൊരു സന്തോഷകരമായിട്ടുള്ളൊരു കാര്യമാണ്. മാത്രമല്ല പ്രസിദ്ധമായ പാലക്കാട് അകത്തേത്തറയിലെ ഏമൂർ ഭഗവതി ക്ഷേത്രത്തിന് സമീപത്തുള്ള ശിവക്ഷേത്രത്തിൽ നിന്നും എല്ലാ വർഷവും രാവിലെ ഏകദേശം ഒരു 9:30-10 മണിയോടുകൂടി ഇവിടെ വന്ന് ശിവൻ ആറാടി വീണ്ടും തിരിച്ച് ക്ഷേത്രത്തിൽ പോയി ആനയൂട്ട് നടത്തുന്ന ഒരു ചടങ്ങുണ്ട്. അതിനുവേണ്ടി പ്രത്യേകമായ പന്തൽ കാര്യങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. അവിടെ കൂടി നമുക്ക് പോകാവുന്നതാണ്. അതുതന്നെയാണ്. ഏതായാലും വിവിധങ്ങളായ പരിപാടികൾ ഈ കൽപ്പാത്തിയിൽ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഏതായാലും ക്ഷേത്രത്തിൽ അതിരാവിലെ മുതൽ തന്നെ വിശ്വാസികളുടെ വലിയ തിരക്ക് തന്നെയാണ് കൽപ്പാത്തിയിൽ കാണാൻ കഴിയുന്നത്.